അപ്പോൾ ഇതാണ് സബീലിൻ്റെ മോട്ടോർ ഹോം. നമുക്ക് അങ്ങനെ പേരിട്ടാലോ? ഇവൻ പേരിട്ടില്ല എന്ന് പറയും, സബീലിൻ്റെ മോട്ടോർ ഹോം. അപ്പോൾ ഞാൻ ഇതിനെന്തിടും? അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാറാണ്, ഒരു സാധാ ഒരു കാറാണ്. ഇതിലെങ്ങനെ കിടക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? അപ്പോൾ സബീൽ അത് കാണിച്ചു തരും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ വാൻലൈഫ് ടീമിലെ സബീൽ റഹ്മാൻ വ്ലോഗ്സ്. ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിലൊക്കെ സബീലിൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു സെന്നിൽ മോട്ടോർ ഹോം ഒരുക്കിയ ആ ഒരു പുലിയാണ് സബീൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ സ്വന്തം HMTയിലാണ്. സബീൽ ഒരു യാത്രയില്ല. സബീൽ എങ്ങോട്ട് ഇറങ്ങിയതാ? ഞാൻ സത്യത്തിൽ എൻ്റെ വണ്ടിപ്പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി ഫുള്ളായി പോയെടുത്തില്ല. അപ്പോൾ ഞാൻ പണി കുറച്ച് കഴിഞ്ഞപ്പോൾ മിലൻ വിളിച്ചിട്ട് പറഞ്ഞു ബാക്കി പണി ഇങ്ങോട്ട് ചെയ്യാണ്ട് ഞാൻ കൊല്ലത്തോട്ട് പോയി. പെപ്പേതവൻ അപ്പോൾ മിലൻ്റെ കൂടെ ഒന്ന് കഴിഞ്ഞ ഒരാഴ്ച. അത് കഴിഞ്ഞ് അവിടുന്ന് കൊല്ലത്ത് നേരെ ആലപ്പി വന്നു. ആലപ്പിയിൽ നിന്ന് എറണാകുളം എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ തൽക്കാലം ഈ ഒരു എന്താ പറയുക, ഒന്ന് എല്ലാവരെയും നമ്മുടെ ഈ വാൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പരിചയപ്പെടുക. നമ്മൾ ചെയ്ത വർക്കും അതുപോലെ അവർ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന വർക്കും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണമല്ലോ. ഇവിടെ കുറച്ചും കൂടുതൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ വരും. സത്യത്തിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തു വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തൽക്കാലം കേരളത്തിൽ യാത്ര പതിയെ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായാലും ഇല്ല. തൽക്കാലം കേരളത്തിനകത്ത് തന്നെ ഇതുപോലെ പക്ഷെ അങ്ങ് പോട്ടെ. സത്യം പറഞ്ഞാൽ സബീലിൻ്റെ വണ്ടി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ ബെഡ് നിവർത്തണതിന് മുമ്പ് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കിടക്കാവുന്ന സെറ്റപ്പ് ചെയ്തു എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ടായി. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടാലോ? എല്ലാവരും ഡൗട്ട് നമ്മൾ തീർത്ത് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വണ്ടിയിലോട്ട് പോവാം. സബീലിൻ്റെ വണ്ടി കുറച്ച് ദിവസമായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പോർട്ടബിൾ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സബീൽ വണ്ടിയൊക്കെ നല്ല ക്ലീനായിട്ട് കഴുകി. അപ്പോൾ നമുക്ക് യാത്രകളിലൊക്കെ ഇങ്ങനെയും ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കഴുകി ഇവിടെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു കൊച്ചു കലാകാരി വന്നിട്ട് സ്കൂളിലോട്ട് വേണ്ടി എന്തോ ഒരു പാട്ട് പാടാൻ വേണ്ടി വന്ന് ഞങ്ങൾ കുറച്ച് നേരം അവളുടെ പാട്ടൊക്കെ കേട്ട് നിന്നു. അപ്പോൾ ഇവളുടെ അടിപൊളി ഒരു പാട്ട് ഇതിൻ്റെ അവസാനം കേൾക്കാം. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ആദ്യം സബീലിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സാധാ കാർ, ഒരു സെൻ. അപ്പോൾ ഈ വണ്ടിക്കകത്ത് 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം, 2 പേർക്ക് യാത്ര ചെയ്യാം. അത്യാവശ്യം ഫോണും ലാപ്പൊക്കെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ്, അങ്ങനെയുള്ള അത്യാവശ്യം ഒരു യാത്രയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടിയാണെന്ന് നിങ്ങൾ ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഇത് ഈ വണ്ടി അത്തരം ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് സബീൽ കാണിച്ചു തരും. സബീൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുക, ഒരു യാത്രയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്, അവിടെ സ്റ്റേ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് കിടക്കണം. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് കിടക്കുന്നത്, അതൊന്ന് കാണിച്ചു. നമ്മളിനി എന്തായാലും യാത്ര ചെയ്യുമ്പോൾ ഇനി എവിടെയും റൂം ഉണ്ടോ ഇല്ലോ നോക്കാൻ പോണില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടുതലും വണ്ടിക്കകത്ത് തന്നെയാണ് കിടക്കും കാര്യങ്ങളൊക്കെ. പെട്രോൾ പമ്പുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ബാത്റൂം കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ വണ്ടിക്കകത്ത് ഇല്ലാത്തുള്ളൂ. കാരണം അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ എവിടെ പോയാലും ഉണ്ട്. ബാത്റൂം വെച്ചാൽ ധാബകളുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പുകളുണ്ട്. 24 hours ഒക്കെ ഓപ്പൺ ആണ്. ഈ കൊറോണ സിറ്റുവേഷൻ കാരണം അവസ്ഥ അറിയാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ 24 hours ഓപ്പൺ ആയിട്ടുള്ള ധാബകൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പെട്രോൾ പമ്പുകളാണ് സേഫ്. അപ്പൊ അവരെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി സേഫ് ആക്കിയിട്ട് സ്ഥലത്ത് വെക്കും. എന്നിട്ട് നമ്മൾ അതിനകത്ത് കയറി കിടന്നുറങ്ങും. ഞാൻ വണ്ടിയുടെ ഒരു ഫുൾ റിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ സബീൽ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്. കാരണം ഇപ്പോൾ കണ്ടാൽ സാധാ ഒരു കാറ്, ഫ്രണ്ടിൽ 2 സീറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബാക്കിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ കാണാൻ നമുക്ക്. പക്ഷേ ഇവിടെ ഒരിക്കലും കിടക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റ നോട്ട് നോക്കിയ സ്പേസ് കാണൂല. പക്ഷേ സബീലിൻ്റെതായിട്ടുള്ള കുറച്ച് സെറ്റപ്പുകളുണ്ട്. അത് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് നീണ്ടു നിവർന്ന് സുഖമായിട്ട് കിടക്കാനുള്ള സെറ്റപ്പ് ഈ വണ്ടിയിലുണ്ട്. അപ്പോൾ എങ്ങനെയാ ചെയ്യാന്നുള്ളത് സബീൽ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മള് ബാക്ക് സീറ്റ് ഊരിയിട്ട് ഈ ഒരു ടൈപ്പിൽ ഒരു ഫ്രെയിം ചെയ്തേക്കുവാണ്. ഇത്രയും പോർഷൻ ഈ ഒരു ഭാഗം അതേപോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ മേലെ കബോർഡ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇനി കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 സീറ്റും താഴോട്ട് മടക്കിയിട്ട് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് ആ ഒരു സ്റ്റിയറിംഗ് ലെവൽ വരെ സ്ലൈഡ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ആദ്യം അത് കാണാം അല്ലെ? നമ്മൾ ആദ്യം ഹെഡ് റെസ്റ്റ് ഊരി എടുത്തിട്ട് സീറ്റ് ഒന്നും കണ്ടതാക്കും. നമ്മളെ ബെഡും സാധനങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, പുറമെ കാണാത്ത രീതിയിൽ. തൽക്കാലത്ത് അങ്ങ് വലിച്ച് മേലോട്ടിട്ട് നമ്മള് ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് അല്ല നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു ഫ്രെയിമിന് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലെഗ് നമ്മൾ ഈ ഒരു
ഫ്രെയിമിൽ അല്ലാതെ സെപ്പറേറ്റ് ചെയ്തത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ബാക്കിയൊക്കെ ഈ ഫ്രെയിമിന്റെ മേലെ തന്നെയാണ്. ഒറ്റ ഫ്രെയിമാണ് ബാക്കി. അപ്പൊ ഈ ഒരു സാധനമാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. ഓക്കെ. സീറ്റ് നമ്മൾ മാക്സിമം വലിച്ച് ഫ്രണ്ടിലോട്ട് നീക്കുന്നു. ഇതങ്ങ് ചെറുതായിട്ട് ജാമുണ്ട്, അത് നമ്മുടെ പൊസിഷൻ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇവിടുന്ന് നേരെ സ്ലൈഡ് ചെയ്തിട്ട് അടിപൊളി. അങ്ങനെ സ്ലൈഡ് ചെയ്യാല്ലേ? ഇത്രയേ ഉള്ളൂ പണി. ഓക്കെ. ഈ കാല് ഇവിടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്ലൈവുഡ് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഓ അടിപൊളി. പ്ലൈവുഡിൽ ഇത് എന്തോ ചെയ്തിട്ടുണ്ട്? സാധാ നമ്മൾ ഈ ഇതിനെ കൊട്ടിക്കുന്ന കുറഞ്ഞ ടൈപ്പ് റെക്സിൻ. ഓക്കെ. ഈ സ്പീക്കറിന് മേലെ കൊട്ടിക്കാനൊക്കെ ഓക്കെ. ക്ലോത്ത് ടൈപ്പാണ്. അത് പെയിന്റ് അടിച്ചിട്ട് അതിന് മേലെ തൊട്ടിച്ച് ഫിനിഷ് ചെയ്യും. കാരണം പെട്ടെന്ന് ചളിയും വെള്ളവും. നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കണ്ടിട്ട്. സാധാ പ്ലൈവുഡ് ആണെന്ന് പറയൂല. അപ്പൊ നമുക്കൊരു 6 അടി ഹൈറ്റിലോട്ട് ഈ സാധനം ഇപ്പോൾ ഓൾറെഡി സെറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ ഈ ബെഡും സാധനങ്ങളൊക്കെ താൽക്കാലികമാണ്. ഒന്നുകൂടി നമ്മൾ ക്യാമ്പിംഗ് സെറ്റപ്പിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ മാട്രസ്, നമ്മൾ ട്രക്കിംഗ് മാട്രസ് യൂസ് ചെയ്യാം, ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. ഇത് ശരിക്ക് കാരവാൻ ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഒരു ബെഡ് ഇട്ടാലുള്ള പ്രശ്നം വെച്ചാല് സ്മെല്ല് സാധനങ്ങളും അതുപോലെ നമ്മള് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആയി കഴിഞ്ഞാലും പിന്നെ സ്മെല്ല് പോകത്തില്ല. എപ്പോഴും റെക്സിൻ ഉണ്ടല്ലോ, റെക്സിൻ ടൈപ്പ് നമ്മൾ ഈ സീറ്റ് ഒക്കെ ചെയ്യില്ലേ, അതേ ടൈപ്പിന് വേണം ബെഡ്. നല്ലതല്ലേ? എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ കിടക്കാൻ ഇതിലേ അല്ലേ? ഓക്കെ. ഞാൻ ഒന്ന് കിടന്നു നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വണ്ടിയിൽ കിടക്കുന്നത്. നമുക്ക് ഇവിടെ വേണം തല വെച്ച് കിടക്കാം, അവിടെ വേണം തല വെച്ച് കിടക്കാം. അയ്യോ എന്താ സെറ്റപ്പ്! സുഖമായിട്ട് കിടന്നുറങ്ങാല്ലേ? അടിപൊളി. ഇവിടെ ഒരാൾ വന്നിട്ട് കുറെ നേരമായിട്ട് ഹലോ ഞാനിവിടെ കിടന്നുറങ്ങിക്കോട്ടെ. നീ അവിടെ കിടന്നുറങ്ങിക്കോ. അടിപൊളി. അത്യാവശ്യം നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റും. സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മൾ AC ട്രെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വിൻഡോ സൈഡിൽ കിടന്നാൽ എങ്ങനെയാണ് അതുപോലത്തെ ഒരു ഇതാണ് തോന്നുന്നത്. സൈഡിലൊരു വിൻഡോ, നല്ലൊരു സുഖമുണ്ട്. ഈ ബെഡ് കിടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാം, അടിപൊളി. നല്ല ഒരു കംഫർട്ടായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഈ കാറിനകത്ത്. കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തോന്നിയില്ല എന്നിട്ടാ ഇങ്ങനെ കിടക്കാൻ പറ്റുമെന്ന്. സംഭവം കൊള്ളാം, അടിപൊളി. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പണി ഒരു ഇനീഷ്യൽ സ്റ്റേജിലായിട്ടുള്ളൂ. അപ്പോൾ എന്ത് കണ്ടപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. കാരണം ഇത് കിടക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അത് എത്ര നമ്മൾ ആലോചിക്കണ പോലെയല്ല. കിടക്കുമ്പോൾ ആ ഒരു ഫീല് വണ്ടിക്കകത്ത് കിടക്കുമ്പോൾ, അതിപ്പോൾ എന്തായാലും ഇതിനകത്ത് കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കൊതിയാവാണ് വണ്ടി പെട്ടെന്ന് പണിത് ഇറക്കാനായിട്ട്. അസൂയോന്നാണ് ഇവൻ്റെ അടുത്ത്, അസൂയോന്നാണ്. നമ്മൾ ട്രെയിനിലൊക്കെ എവിടെ കയറി കിടന്നേക്കും. കയറാൻ ഇറങ്ങാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്കൊന്നൊരു ബുദ്ധിമുട്ടല്ല, അത് എൻജോയ് ചെയ്യണവർക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ശരിക്കും നമ്മൾ കിടന്നുറങ്ങുമ്പോഴേ നമ്മുടെ കാല് ഇങ്ങനെ വളക്കാനും നിർത്താനും പറ്റുന്ന ആ ഒരു സ്പേസ് ആണ് ശരിക്കും വേണ്ടുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു അത്യാവശ്യം സ്പേസ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാണുന്ന പോലെ അല്ല, കിടന്നു കഴിയുമ്പോൾ നല്ല സ്ഥലമുണ്ട്. അതെ, ഇതിപ്പോ ഇങ്ങനെ ചെയ്തേക്കുന്ന വെച്ചാല് നമ്മുടെ ഈ ഒരു സൈഡിൽ ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ഡ്രൈവർക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഇത് സിംഗിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു പോർഷനും ഇതേപോലെ തിരിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഡബിൾ ബെഡ് ആക്കി യൂസ് ചെയ്യാം. ഓക്കെ, അടിപൊളി. ഒറ്റക്കാകുമ്പോ ഇത് നിവർത്തേണ്ട ആവശ്യമില്ല. ശരിക്കും നിവർത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറില്ല. അതെല്ലാം വീഡിയോ എടുക്കാൻ ഇതുപോലെ ചോദിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഈ ഒരു പോർഷൻ ഉപയോഗിക്കുന്നത് തന്നെ. ഓക്കെ, നമ്മളിത് ആരെങ്കിലും നമ്മുടെ യാത്രയിൽ വല്ല എവിടെയൊക്കെ വെച്ച് കൂടുമ്പോ നമുക്കൊരു ആ സമയത്ത് ഇങ്ങനെ വലിക്കാം അല്ലേ? അപ്പുറത്തെ അതേ സെറ്റപ്പ് തന്നെ ഇപ്പുറത്തും ചെയ്തേക്കുന്നു. കാരണം സിംഗിൾ ഫ്രെയിമിൽ ഇത് ചെയ്യാതെ രണ്ടെണ്ണം ചെയ്തേക്കെന്ന് വെച്ചാല് ഒരാൾക്ക് ഞാൻ ഒറ്റക്ക് കിടക്കുകയാണെങ്കിലും എനിക്ക് ഡ്രൈവർ സീറ്റിൽ നിന്ന് പെട്ടെന്ന് കയറി ഇരിക്കാനും, ഒരാൾ ഇതിനകത്ത് താമസിക്കുമ്പോ ഇരിക്കാനും കിടക്കാനുള്ള സൗകര്യം എപ്പോഴും കിടക്കത്തുമില്ല, എപ്പോഴും ഇരിക്കത്തുമില്ല. ഇവിടെ ഇങ്ങനെ ഡ്രൈവർ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് മേലെ കയറി കിടക്കാം. കുറച്ച് ഫോണാന്നേലും വന്നു കുറച്ച് എവിടെ ഇരിക്കണം, അടിപൊളി. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം. എപ്പോഴും ദൂരെയാനും പിടിക്കാൻ നിൽക്കണ്ട. അതെ, രണ്ടുപേരുള്ളപ്പോൾ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. എല്ലാ സമയത്ത് എന്തായാലും കൊള്ളാം.
അപ്പൊ ഇത് ഫുള്ള് ഐഡിയ കാര്യങ്ങൾ പണിയൊക്കെ ചെയ്തത് സ്വന്തം ചെയ്തല്ലേ? സബീൽ തന്നെയാണ് ഇത് മൊത്തം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും അടിപൊളിയൊരു എന്താ പറയാ മോട്ടോർ ഹോം തന്നെയാണ് സബീലിന്റെ വണ്ടി. അപ്പൊ ഇതില് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ നമ്മുടെ ബാക്കിൽ ഈ ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ സ്റ്റൗ മേലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിൽ നിന്ന് അങ്ങനെ നോക്കിയാൽ പുറത്തോട്ട് കാണത്തൊന്നുമില്ല. രീതിയിലാണ് സെറ്റ് ചെയ്തല്ലേ. ഇതാണ് നമ്മുടെ കിച്ചൺ. അടിപൊളി. ഇത് നമ്മൾ പതിയെ സ്ലൈഡ് പുറത്തേക്ക് എടുത്താൽ നല്ല നമ്മുടെ പക്ക അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റവ്. അപ്പൊ ഇതിന്റെ ഗ്യാസ് കുറ്റി അകത്തുണ്ടാവും അല്ലേ? ചെറിയൊരു കുറ്റി അകത്തുണ്ട്. അപ്പൊ ഇരുട്ടായോണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതാണ് സബീലിന്റെ സെറ്റപ്പ്. ഇതിന്റെ കിച്ചണിലോട്ട് വേണ്ട സാധനങ്ങളെല്ലാം അല്ലേ? നമ്മുടെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒരു കണ്ടെയ്നർ ടൈപ്പ് ആക്കിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ സ്റ്റെപ്പിന് വെക്കേണ്ട സ്ഥാനത്ത് ഈ ഒരു സാധനം വെച്ചു. നമ്മുടെ ഗ്യാപ്പ് വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ 2 ലിറ്ററിന്റെ കുറ്റി സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ആണോ? എന്നാ നമുക്ക് എന്തായാലും ബിരിയാണി വെച്ചാലോ? നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ട് ഇത് തിരിച്ച് പഴയതുപോലെ ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് നീക്കുക, കാലം ഊരെടുക്കുക, കഴിഞ്ഞാൽ സീറ്റ് നിവർത്താം. നമ്മുടെ സീറ്റ് നിവർത്തുക. ഓക്കെ, നമ്മളൊരു സൈഡ് കഴിഞ്ഞു. ബെഡ് മടക്കി പ്ലൈവുഡ് എടുത്തു. ഓക്കെ, അങ്ങ് പോയി. കാല് ഇത്രയേ ഉള്ളൂ. ചെറിയ രീതിയിൽ അങ്ങ് ഇളക്കിയെടുക്കുക, കയറ്റി വെക്കുക, താഴത്തോട്ട് എടുത്ത് വെക്കുക അല്ലേ? സീറ്റ് നേരാക്കുക, സെറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് പഴയതുപോലെ ആക്കാൻ പറ്റും. എന്നാലും ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട് സബീലേ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ 2 പേർക്കുള്ള യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പക്ക ഒരു സീറ്റിങ്ങിലോട്ട് മാറ്റി വന്നു. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്ത വേറൊരു കാര്യം വെച്ചാൽ നമ്മളൊരു എക്സ്ട്രാ ആഡ് ഓൺ ബാറ്ററി വെച്ചിട്ടല്ലേ? ഈ ഒരു ബാറ്ററിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനും അതുപോലെ ചെറിയൊരു കുഞ്ഞു 40 വാട്ടിന്റെ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്താണ് നമുക്ക് വേണ്ട ലാപ്പിലോട്ട് വേണ്ട ഇത് പവർ എടുക്കുന്നല്ലേ? ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ലാപ്പിലാണ്. അപ്പൊ എനിക്ക് എന്തായാലും ആ ഒരു ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു കുഞ്ഞു 40 വാട്ടിന്റെ. ഓക്കെ, അപ്പോൾ 42 mAh ബാറ്ററി ഇത്. പിന്നെ ഈ ഒരു വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ട് മീറ്റർ പിന്നെ ആംപിയർ ഒക്കെ കാണാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനത്തിന്റെ ആംപിയർ അനുസരിച്ചിട്ട് കാണാൻ പറ്റും. ചെറിയൊരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവറിന്റെ സ്ഥലത്തോട്ടും കിടന്നുറങ്ങുന്ന സമയത്ത് ഏത് പൊസിഷനിലോട്ടാണെങ്കിലും 360 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഒറ്റ ഫാനിൽ 2 കാര്യവും നടക്കും. പിന്നെ ഇവിടെ ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ റൂഫ് തുളച്ചിട്ട് ഒരു 4 ഇഞ്ചിന്റെ ഹോൾ ഇട്ടിട്ട് ഒരു ചെറിയ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എക്സോസ്റ്റ് പുറത്തോട്ടല്ല, പുറത്ത് നമ്മൾ നല്ല ശുദ്ധവായു അകത്തോട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് തുളച്ച് ചെയ്ത് രാത്രി ചെയ്തിട്ട് കിടന്നിട്ട് എങ്ങനെയുണ്ട്? ചൂട് ഉണ്ടാവുക? ഇല്ല, നല്ല രീതിയിൽ. ഇതിനകത്ത് നമ്മൾ ഫുൾ ഗ്ലാസ് കയറ്റിയാണ് നമ്മൾ കിടന്നുറങ്ങാറ്. നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അടിപൊളി. ഇതാണ് നമ്മുടെ ഒരു മെയിൻ സാധനങ്ങൾ എന്ന് പറയാൻ വണ്ടിക്കകത്ത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മെയിൻ ആവശ്യമുള്ളത് ചാർജ് ചെയ്യണം. ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, ക്യാമറ ചാർജ് ചെയ്യുന്നുണ്ട്, പിന്നെ കാർ സ്റ്റീരിയോ, പിന്നെന്താ ഈ ലൈറ്റ് കാര്യങ്ങൾ, ഈ 2 ലൈറ്റ്, ഈ ഫാനും ഈ എക്സോസ്റ്റ് ഫാനും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ രാത്രി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു ബാറ്ററിയും കാര്യങ്ങളും ഇത് നമ്മൾ നേരിട്ടിട്ട് ഇഞ്ചിന്റെ മെയിൻ ബാറ്ററിന്ന് സെക്കൻഡറി ബാറ്ററി കൊടുത്തേക്കാണ്. അത് പെട്ടെന്ന് രണ്ടും കൂടിയിട്ട് ചാർജും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. വേറൊരു സോളാർ. ഈ ഒരു ഐഡിയ എന്തായാലും നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് മെയിൻ ബാറ്ററി, നല്ലൊരു മെയിൻ ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ബാറ്ററി അതേപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ വലിയ രീതിയിലല്ലാതെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആംബിയർ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ലാപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു 4-5 ആംബിയറിലോട്ട് എല്ലാം കൂടി വരുത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നത് ഏകദേശം ഒരു 4:30 അല്ലേ? സബീല എത്ര മണിക്ക് വന്നേ? 5 മണി ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അങ്ങനെ സംസാരിച്ച് സമയം പോയി അറിഞ്ഞില്ല. കാരണം ഇത് വണ്ടിയുടെ കാര്യങ്ങളും ഒരേ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സബീലിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം, സബീൽ റഹ്മാൻ വ്ലോഗ്സ്. അതുപോലെ നമ്മുടെ വാൻലൈഫ് ടീമിലെ എല്ലാവരുടെയും ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം. ബൈ ബൈ. सबको मेरा प्रणाम। मैं मिया मैथ्यू सेंट पॉल्स इंटरनेशनल स्कूल में पहली कक्षा में पढ़ती हूँ। आज मैं यहाँ हिंदी वर्णमाला के बारे में एक गीत सुनाने जा रही हूँ। आ से अनार
anar. A se am. Am. I se imali. Imali. I se ik. Ik. U se ullu. Ullu. U se uing. Uing. Re se rishi. Rishi. E se edi. Edi. I se ainak. Ainak. O se akhali. Akhali. Au se aurat. Aurat. Am se amgur. Amgur. Aha se aha. A se anar. Anar. A se am. I se imali. Imali. I se ik. U se ullu. Ullu. U se uin. Re se rishi. Rishi. E se edi. Edi. I se ainak. Ainak. O se akhali. Akhali. Au se aurat. Aurat. Am se amgur. Amgur. Aha se